ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവസഭ എന്ന വിഷയത്തെക്കുറിച്ച് കർത്താവിന്റെ ദാസൻ പി ജെ ജെയിംസ് പഠിപ്പിക്കുകയുണ്ടായി. അത് ചിന്തിക്കുവാൻ, പഠിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവപുത്രനെന്ന് അംഗീകരിക്കുകയും രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്ത ദൈവമക്കളെ പരിപാലിക്കുവാൻ, അവർക്ക് വേണ്ടി സേവനം ചെയ്യുവാൻ ദൈവം ആക്കിയിരിക്കുന്ന ദൂതന്മാരെ കുറിച്ചാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. വരുന്ന ആഴ്ചകളിൽ ദൂതന്മാരെ കുറിച്ചുള്ള പഠനങ്ങൾ ദൈവവചനത്തിലൂടെ നാം ശ്രദ്ധിക്കുകയാണ്. ദൂതന്മാർ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, ദൂതന്മാർ ഏതൊക്കെ വിഭാഗങ്ങളുണ്ട്, ദൂതന്മാരുടെ പ്രത്യേകതകൾ എന്താണ്, അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ്, എല്ലാ കാര്യങ്ങളും ഈ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിക്കുന്നതാണ്. അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ, വളരെ ശ്രദ്ധയോടെ പഠിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവെ, പിന്നെയും ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. തിരുവചനങ്ങൾ ചിന്തിപ്പാൻ ഞങ്ങൾ അവിടുത്തെ പാദങ്ങളിൽ അടുത്ത് വന്നിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിക്കുന്ന എല്ലാ വചനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കണമേ. വളരെ ശ്രദ്ധയോടെ ദൈവവചനത്തിലൂടെ ചിന്തിപ്പാൻ, ദൈവിക ദൂതന്മാരെ കുറിച്ച് മനസ്സിലാക്കുവാൻ, പഠിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഹൃദ്യസ്ഥമാക്കുവാൻ, അത് ഹൃദയത്തിൽ ശ്രദ്ധാപൂർവം സംഗ്രഹിക്കുവാൻ, നിർബന്ധപൂർവം സംഗ്രഹിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും പ്രയോജനവുമാക്കി തീർക്കണമേ. നിങ്ങളെല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിലടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിന് സ്തോത്രം. പാസ്റ്ററെ, ഞാൻ ഒരു മിനിറ്റ് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ? ഓക്കെ. പിന്നെ ആരെങ്കിലും നോട്ട്സ് എഴുതി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേപ്പറും പേനായും എടുത്തോളുക. പാസ്റ്ററും നോട്ട് പ്രിപ്പയർ ചെയ്ത് തരും എന്നാണ് അല്ലെ? പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലോ പാസ്റ്റർ, അല്ലേ? ഉണ്ട്. ഓക്കെ. നോട്ട് എഴുതാൻ താല്പര്യപ്പെടുന്നവർക്ക് എഴുതിയെടുക്കാം. ദൂതന്മാരെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്ന വസ്തുതകളെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ലോകത്തിൽ ആകെയുള്ള ജനസംഖ്യയുടെ 2/3 ആളുകൾ ദൂതന്മാരുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. വേദപുസ്തകത്തിൽ ദൂതന്മാരെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏതാണ്ട് 243 പ്രാവശ്യം ബൈബിളിൽ ദൂതന്മാരെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ദൂതന്മാരെ മനസ്സിലാക്കുന്നവരാണ്. സഭ വ്യത്യാസമില്ലാതെ ദൂതന്മാരെ കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് മിക്കവാറും ആളുകളും എന്ന് നമുക്കറിയാം. നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴൊക്കെ ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും, കർത്താവെ, ഞങ്ങളുടെ യാത്രയെ അനുഗ്രഹിക്കണമേ, വാഹനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു, ദൂതന്മാരാൽ കാവലാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ ഭവനത്തിന്മേൽ ദൂതന്മാരുടെ കാവലുണ്ടാകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇയ്യോബ് തന്റെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, ദൈവം എൻ്റെ ഭവനത്തിൽ കാവലായിരുന്ന കാലത്ത് അതുപോലെ ഒരു നല്ല കാലം ഇനിയും എനിക്ക് തരണമേ എന്ന് 28-ാം അധ്യായത്തിൽ വായിക്കുന്നു. അങ്ങനെ ദൈവിക പരിപാലനം അനുഭവിക്കുന്നവരും ദൈവിക പരിപാലനത്തിനായി പ്രാർത്ഥിക്കുന്നവരുമാണ് നാം ഓരോരുത്തരും. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടിയാണ് ഈ ക്ലാസ് എടുക്കുന്നത്. ദൈവവചനം നിർബന്ധപൂർവം
നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ആ രീതിയിൽ ഈ വിഷയത്തെ നമ്മൾ ചിന്തിക്കണം. ദൂതന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യർക്കും ദൈവത്തിനും ഇടയിലാണ് ദൂതന്മാരുടെ സ്ഥാനം. ഒന്നാമത്തെ പോയിന്റാണ്, ദൂതന്മാര് മനുഷ്യരെക്കാൾ അല്പം കൂടെ ഹയർ ലെവലിലുള്ള സൃഷ്ടികളാണ്. അവരുടെ ഗ്രേഡ് അല്പം കൂടെ കൂടുതലാണ്. കാരണം നമ്മേക്കാൾ ജ്ഞാനമുള്ളവരാണ് ദൂതന്മാർ. കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിവുള്ളവരാണ്. പ്രത്യേകമായ ജ്ഞാനസിദ്ധിയുള്ളവരാണ്. ദൂതന്മാർ മനുഷ്യരെക്കാൾ ബലവാന്മാരും ശക്തന്മാരുമാണ്. ദൂതന്മാർക്ക് പറഞ്ഞിരിക്കുന്ന പല പേരുകൾ ദൈവവചനത്തിൽ നിന്ന് നമുക്കറിയാം. ശക്തന്മാര്, അതുപോലെ ദൈവപുത്രന്മാര്, പ്രഭാത നക്ഷത്രം, വീരന്മാര്, ദൂതുവാഹികൾ, ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ വേദപുസ്തകത്തിൽ ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിശക്തന്മാരായ ദൈവദൂതന്മാരുണ്ട്. ദൂതന്മാര് ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവത്തിന്റെ സൃഷ്ടിയാണ് ദൂതന്മാർ. മനുഷ്യനെ ദൈവം മണ്ണുകൊണ്ടുണ്ടാക്കിയപ്പോൾ ഒരു വിഭാഗം ദൂതന്മാരെ ദൈവം നവരത്നങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയത്. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം തുടങ്ങിയ രത്നങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച ദൂതന്മാരുണ്ട്. അപ്പോൾ തന്നെ ദൂതന്മാരെ ആത്മാക്കളാണെന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ ആത്മാക്കളായിട്ടുള്ള ദൂതന്മാരുണ്ട്. അവർക്ക് ഏത് രൂപവും സ്വീകരിക്കാൻ സാധിക്കും. അവർക്ക് ഇഷ്ടമുള്ള രൂപം ധരിച്ച് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റും. നമ്മുടെ മനസ്സിന്റെ വേഗതയാണ് ദൂതന്മാരുടെ വേഗത എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ വിട്ടുപോകുന്ന നമ്മുടെ നാട്, നമ്മുടെ വീടൊക്കെ മനസ്സിൽ ചിന്തിക്കുമ്പോഴത്തേനും നമ്മുടെ മനസ്സവിടെ എത്തിക്കഴിഞ്ഞു. അത്രമാത്രം വേഗത്തിൽ ദൂതന്മാർക്ക് പോകാൻ സാധിക്കും, പ്രവർത്തിക്കാൻ സാധിക്കും. ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ദൈവത്തിന്റെ ദൂതന്മാർ. ഇവർ ദൈവത്തിന്റെ സൃഷ്ടികളാണെന്നുള്ളതിന് 1-2 വാക്യങ്ങൾ തെളിവായിട്ട് പറയുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 11-ാമത്തെ വാക്യം. റെവലേഷൻ ചാപ്റ്റർ 4 വേഴ്സ് 11. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവൻ, എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാലും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ. സകലവും ദൈവം സൃഷ്ടിച്ചു, സർവവും സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഇഷ്ടഹേതുവാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഒരു വാക്യം കൂടെ തെളിവിനായിട്ട് ഓർപ്പിക്കുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിച്ചോട്ടെ. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം സൃഷ്ടിച്ചവരാണ്. അവര് മനുഷ്യരോടുള്ള ബന്ധത്തിൽ ദൈവമക്കളെ കാവൽ ചെയ്യുവാൻ കടന്നു വരുന്ന ദൂതന്മാരുണ്ട്. അവർ സേവക ആത്മാക്കൾ എന്ന് തിരുവെഴുത്തിൽ നാം വായിക്കുന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. എന്റെ വലത്തു ഭാഗത്ത് ഇരിക്ക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും എപ്പോഴെങ്കിലും ദൈവം ചെയ്തിട്ടുണ്ടോ? അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ അത്രേ. രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവക ആത്മാക്കളാണ് ദൂതന്മാർ. അപ്പോൾ അവർ ആത്മാക്കളാണ്.
അങ്ങനെ നമ്മെ സംരക്ഷിക്കുവാൻ വരുന്ന ദൂതന്മാർ ആത്മാക്കളുടെ ഗണത്തിൽപ്പെട്ടവരാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ, രക്ഷിക്കപ്പെട്ടവരുടെ എന്നല്ല, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് മലയാളത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. രക്ഷയ്ക്കായി നിയമിച്ചവരെ ദൈവം സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കപ്പെടുന്ന സേവകാത്മാക്കളായ ദൂതന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിതാവായി സ്വീകരിച്ച ഏറ്റുപറയുമ്പോൾ ഒരാൾ രക്ഷ പ്രാപിപ്പാനുള്ള കൂട്ടത്തിലേക്ക് കടന്നു വരികയാണ്. രക്ഷ പ്രാപിച്ചിട്ടില്ല, ഇനിയും ഇവിടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ വളരെ ദൂരം നമ്മൾ യാത്ര ചെയ്ത് നമ്മുടെ ആത്മീയ യാത്രയിൽ നമ്മളുടെ അവസാനത്തിൽ നിത്യതയിൽ എത്തേണ്ടവരാണ്. നിത്യതയിൽ നമ്മൾ എത്തുന്നത് വരെ നമ്മുടെ യാത്രയിൽ പലതരത്തിലുള്ള ക്ലേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. അതിലൊക്കെ നമ്മളെ സംരക്ഷിക്കുവാൻ ദൂതന്മാരുടെ സഹായം നമുക്ക് ആവശ്യമാണ്. രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ രക്ഷ പ്രാപിക്കാനുള്ളവരുടെ ലൈനിൽ ക്യൂവിലായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രക്ഷയ്ക്കായി നിയമിക്കപ്പെട്ടവര് സഭയുടെ അംഗങ്ങളാകുന്നു. സഭയുടെ അംഗങ്ങൾ, സഭയിൽ വരുന്നവരെല്ലാം സഭയുടെ അംഗങ്ങളല്ല, ലൈനിൽ കയറി നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അവരും രക്ഷ പ്രാപിക്കണം. അതിനുവേണ്ടി പലതും അവർ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു, ഞാൻ അടുത്തിരിക്കുമ്പോൾ മാത്രമല്ല ദൂരത്തിരിക്കുമ്പോഴും നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. നമ്മുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കേണ്ട പല പ്രവർത്തനങ്ങളുമുണ്ട്. അപ്പോൾ രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ് ദൂതന്മാർ. ഇവിടെ നിന്നും നമ്മൾ നാട്ടിൽ പോകാൻ വേണ്ടി പ്ലെയിനിൽ ടിക്കറ്റ് എടുത്ത് കയറിയത് കൊണ്ട് നമ്മൾ നാട്ടിലെത്തിയില്ല. നാട്ടിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളുമായിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നാട്ടിൽ എത്താൻ പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും ജോയിൻ ചെയ്യുകയാണ്. ഡൽഹിയിൽ നിന്ന് കേരളത്തിലോട്ട് ട്രെയിൻ കയറുകയാണെങ്കിൽ ട്രെയിനിൽ കയറിയ ഉടനെ നാട്ടിലെത്തത്തില്ല. നാട്ടിൽ എത്താനുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളുമായിരിക്കുകയാണ്. ഇതുപോലെ നിത്യതയിൽ എത്താൻ വേണ്ടി പോകുന്ന ക്യൂവിൽ, ആ ലൈനിൽ നമ്മളുമായിരിക്കുന്നു എന്നർത്ഥം. അങ്ങനെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സംരക്ഷണം ചെയ്യുവാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും ദൂതന്മാർ സദാ റെഡിയായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ദൂതസഞ്ചയങ്ങളെ ദൈവം നമുക്ക് കാവലിനായിട്ട് നൽകിയിരിക്കുകയാണ്. ഇനിയും ദൂതന്മാരുടെ പേരുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇംഗ്ലീഷിൽ ഏഞ്ചൽസ് എന്ന് നമുക്കറിയാം. ഹീബ്രുവിൽ മാലാഖ് എന്നറിയാം. അറബിയിലൊക്കെ മലക്ക് എന്ന് പറയും. മലയാളത്തിലാണെങ്കിൽ മാലാഖ് എന്ന് പറയും. അപ്പോൾ ദൂതന്മാരെ മാലാഖമാരെന്നും അല്ലെങ്കിൽ ഏഞ്ചൽ എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മാലാഖമാര് അവരാണ് നമ്മുടെ സംരക്ഷണയ്ക്കായിട്ട് ദൈവമാക്കുന്ന ദൈവ ദൂതന്മാർ. ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തിയാണ് മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. നീ മനുഷ്യരെ, മർത്യനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവരെ അണിയിച്ചിരിക്കുന്നു. അപ്പോൾ മനുഷ്യരെക്കാൾ
അല്പം കൂടെ ഉയർന്ന ഗ്രേഡിലുള്ളവരാണ് ദൂതന്മാർ. മാത്രമല്ല, ദൂതന്മാരുടെ സംഖ്യ എന്ന് പറയുന്നത് എണ്ണി തീർക്കാൻ സാധ്യമല്ല. 68-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, സുവാർത്താ ദൂതികൾ വലിയൊരു ഗണമാകുന്നു. അത് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അതുപോലെ എണ്ണിക്കൂടാത്ത ഒരു സമൂഹമാണ് ദൂതന്മാർ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിച്ചാൽ അവിടെ ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ദൂതന്മാർ പിന്നെ ഞാൻ ദർശനത്തിൽ ദൂതന്മാരുടെ ശബ്ദം ഞാൻ കേട്ടു, അവരുടെ എണ്ണം 1000 1000 10,000 10,000 ഏറിയ ദൂതന്മാരുടെ ശബ്ദം സ്വർഗസിംഹാസനത്തിന് ചുറ്റിലും നിന്ന് കേൾക്കുകയാണ്. 1000 ഗുണം 1000 ഗുണം 10,000 ഗുണം 10,000 എണ്ണിക്കൂടാതെ വണ്ണമുള്ള മഹാസംഖ്യയാണ് ദൂതന്മാരുടെ സംഖ്യ. ദൂതന്മാർ ആത്മരൂപികളായതുകൊണ്ട് നമുക്ക് ദൂതന്മാരെ നേരിട്ട് നമ്മുടെ നഗ്ന നയനങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കത്തില്ല. ദൂതന്മാരുടെ സാന്നിധ്യം ദൈവമക്കൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ കണ്ണുകൾ കൊണ്ട് ദൂതന്മാരെ കാണാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മുടെ കണ്ണുകൾക്ക് ചുരുക്കം ചില കളറുകൾ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. റെഡ് മുതൽ വയലറ്റ് വരെയുള്ള കളറുകൾ മാത്രമേ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. വയലറ്റിനപ്പുറത്തെ കളറുണ്ട്, അൾട്രാ വയലറ്റ് ഉണ്ട്. അൾട്രാ വയലറ്റ് രശ്മികൾ നമുക്ക് നോക്കാൻ സാധ്യമല്ല, നോക്കിയാൽ നമ്മുടെ കണ്ണിന് പ്രോബ്ലം ആകും. റെഡിനപ്പുറത്ത് ഇൻഫ്രാ റെഡ് ഉണ്ട്, അത് നമുക്ക് നോക്കാൻ സാധ്യമല്ല. ബ്ലഡൊക്കെ തളം കെട്ടിക്കിടന്നാൽ അത് ഇൻഫ്രാ റെഡ് ആണ്. കുറച്ചു നേരം നോക്കുമ്പോഴേക്ക് നമുക്ക് വല്ലാതെ വരും. ആ കളറൊന്നും കാണാനുള്ള കഴിവ് നമ്മുടെ കണ്ണുകൾക്കില്ല. മിക്കവാറും ദൂതന്മാർ ഇൻഫ്രാ റെഡ് ആയിരിക്കും, അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് ആയിരിക്കും. അവരുടെ കളറുകളെ കുറിച്ചുമൊക്കെ പിന്നീടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് ദൂതന്മാരെ നേരിട്ട് കാണുവാൻ നമ്മുടെ കണ്ണുകൾക്ക് കഴിയില്ല. ദൂതന്മാർ നമ്മുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. മോശ തന്നെ ദൂതന്മാരെ കുറിച്ച് ഏതാണ്ട് 32 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതായിട്ട് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവും ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം. യേശുവിന്റെ ജനനത്തിങ്കൽ യേശുവിന്റെ മാതാവിനോട് ദൂതൻ വന്നിട്ട് യേശുവിന്റെ ജനനത്തെ കുറിച്ച് അറിയിക്കുമ്പോൾ യേശു മാതാവ് പറഞ്ഞത്, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലായകയാൽ അതെങ്ങനെ സംഭവിക്കും? അപ്പോൾ ദൂതന്റെ മറുപടി, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും, അവൻ വലിയവനാകും. ഇങ്ങനെയുള്ള ദൂതുകൾ അറിയിച്ചത് ഗബ്രിയേൽ മാലാഖയാണ്. ഇനിയും യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ജോസഫിനോട് ദൂതൻ നേരിട്ട് സംസാരിക്കുകയുണ്ടായി. മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു എന്ന് പറഞ്ഞ് ഉറപ്പിക്കുവാനിടയായി. യേശുക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ തന്നെ 3 പ്രാവശ്യം ജോസഫിനോട് ദൂതൻ സംസാരിക്കുന്നത് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശു മരുഭൂമിയിൽ സാത്താനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ സാത്താനെ ശാസിച്ചു. ദൈവദൂതന്മാർ വന്ന് യേശുവിനെ ശുശ്രൂഷിച്ചു. ഇനിയും യേശു ഗത്സമനായിൽ അതിദുഃഖത്തിലായപ്പോൾ, പ്രാണവേദനയിലായപ്പോൾ ദൂതന്മാർ വന്നവനെ
ശുശ്രൂഷിച്ചു എന്ന് തിരുവെഴുത്തിൽ നാം വായിക്കും. യേശുവിനെ അറസ്റ്റ് ചെയ്യുവാൻ വന്ന മത പുരോഹിതന്മാരും സേവകരും ഒക്കെ വന്നപ്പോൾ പത്രോസ് വാളെടുത്ത് മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ കാത് അറ്റുപോയി. യേശുക്രിസ്തു പറയുന്നു, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. തുടർന്ന് കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ 12 ലെഗ്യോനിലും അധികം ദൂതന്മാരെ ഇപ്പോൾ അയക്കും. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇസ്രയേലിൽ കാവലിന് വേണ്ടി പട്ടാളക്കാരെ ആക്കിയിരുന്നു. 6000 പേര് വീതമുള്ള 12 ബറ്റാലിയൻ പട്ടാളത്തെ ഇസ്രയേലിന്റെ അതിർത്തികളിൽ വിന്യസിച്ചിരുന്നു കാവലിന് വേണ്ടി. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് 12 ലെഗ്യോനിലും അധികം ദൂതന്മാരെ എൻ്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ അയക്കുമെന്ന് കർത്താവ് പറയുവാൻ കാരണമായി തീർന്നത്. ഇനി നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ദൂതന്മാര് ശക്തന്മാരാണ്. അവർക്ക് ഏത് വേഷവും ധരിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ കാവലിന് വേണ്ടി വരുന്ന ദൂതന്മാരുടെ വേഷം എന്ന് പറയുന്നത് മിക്കവാറും നമ്മളെ പോലെ ആയിരിക്കും എന്ന് വേണം ധരിക്കാൻ. അപ്പോൾ തന്നെ ദൂതന്മാർക്ക് വലിയ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഒരു ദൂതൻ ഒരു കാല് സമുദ്രത്തിന്മേലും ഒരു കാല് ഭൂമിമേലും വെച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അത്ര വലിപ്പമുള്ള ദൂതന്മാർ. എന്നാൽ അവർക്ക് ഏത് ചെറിയ രൂപത്തിലും പ്രത്യക്ഷപ്പെടാൻ കഴിയും. പല നിലകളിൽ അവർക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. അതാണ് എബ്രായ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്. നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ. പത്രോസിനെ കാരാഗ്രഹത്തിൽ സൂക്ഷിച്ചിരിക്കുമ്പോൾ ഒരു ദൂതൻ കാരാഗ്രഹത്തിൽ ചെന്ന് പത്രോസിനെ തട്ടി എഴുന്നേൽപ്പിച്ചു. നീ അരമുറുക്കുക, ചെരുപ്പിടുക, എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. ദൂതനെ അനുഗമിച്ചു. 1-ാം വാതിലും 2-ാം വാതിലും കടന്ന് അവർ മുന്നോട്ട് പോയി. വലിയ വാതിൽ, പുറത്തേക്കുള്ള ഇരുമ്പ് വാതിൽ അവർക്ക് വേണ്ടി സ്വതവേ തുറക്കപ്പെട്ടു. എന്താണ് സംഭവിക്കുന്നത് അറിയാതെ പത്രോസ് യാത്ര ചെയ്ത് പത്രോസ് നേരെ മർക്കോസിന്റെ വീട്ടിൽ ചെന്നു. സ്ട്രീറ്റിൽ എത്തിയപ്പോൾ ദൂതൻ വിട്ടുപോയി. തനിക്ക് പരിചയമുള്ള സ്ട്രീറ്റ് വരെ ദൂതൻ കൊണ്ടുപോയി. പരിചയമുള്ള സ്ട്രീറ്റിൽ ചെന്നപ്പോൾ ദൂതൻ വിട്ടുപോയി. പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ ദൈവദൂതന്റെ സഹായത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത്. ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ സാമൂഹ്യ ജീവികളാണ്. നമുക്ക് പലരുടെയും സഹായം ആവശ്യമുണ്ട്. മനുഷ്യരുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഒരു അസുഖമുണ്ടായാൽ ഒരു ഡോക്ടറെ നമ്മൾ സമീപിക്കും. നമുക്ക് ഒരു ലോൺ വേണമെങ്കിൽ നമ്മൾ ബാങ്കിനെ സമീപിക്കും. ഏതെങ്കിലും രീതിയിൽ നമുക്ക് ആഹാര സാധനങ്ങൾ വേണമെങ്കിൽ അത് കിട്ടുന്ന സ്ഥലങ്ങളിൽ പോകും. വസ്ത്രം വേണമെങ്കിൽ അത് കിട്ടുന്ന സ്ഥലങ്ങളിൽ പോകും. ഇങ്ങനെ പലതിനും ആശ്രയിച്ചാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. എന്നാൽ സർവവും ചെയ്തു തരുവാൻ കഴിയുന്ന സർവശക്തിയുള്ള ഒരാളിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിവർത്തിക്കുവാൻ കഴിയുന്ന സർവശക്തനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന്റെ ദൂതന്മാർ നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മളോട് സഹകരിക്കും. ദൂതന്മാരെ ഏൽപ്പിച്ചാൽ അവർ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പത്രോസ് പരിചയമുള്ള വഴിയിൽ എത്തിയപ്പോൾ ദൂതൻ വിട്ടുപോയി. അപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു എന്ന് പത്രോസിന് മനസ്സിലായി. സഹോദരന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വീടിന്റെ വാതിൽക്കൽ ചെന്ന് തട്ടി.
അപ്പോൾ രോദ എന്ന് പറയുന്ന സഹോദരി വാതുക്കൽ വന്നു, പത്രോസിന്റെ ശബ്ദം കേട്ടു, സന്തോഷം സഹിക്കവയ്യാതെ ഓടി അകത്തേക്ക് പോയി ശിഷ്യന്മാരോട് പറഞ്ഞു, സഹോദരന്മാരെ, പത്രോസ് വെളിയിൽ വന്ന് നിൽക്കുന്നു. അപ്പൊ ആദ്യം അവര് പറഞ്ഞത് അത് പത്രോസിന്റെ ദൂതനായിരിക്കുമെന്ന്. പക്ഷേ അത് തുറന്നപ്പോൾ പത്രോസ് നേരിട്ട് വന്നിരിക്കുകയാണ്. പത്രോസിന്റെ ദൂതൻ എന്ന് പറയാൻ കാരണം എന്താണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. കാരണം യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, നമ്മുടെ കാവലിന് വേണ്ടി വരുന്ന ദൂതന്മാർ നമ്മളെപ്പോലെ ആയിരിക്കുമെന്ന്. നമ്മുടെ രൂപത്തിലായിരിക്കും ചിലപ്പോൾ അവര് പ്രത്യക്ഷപ്പെടുന്നത്. കാരണം നമുക്ക് ഭയമുണ്ടാകരുത്, അതിനു വേണ്ടി തന്നെ. നമ്മുടെ ദൂതന്മാര് നമ്മളെപ്പോലെ ആയിരിക്കും എന്നുള്ള ചിന്തയുള്ളത് കൊണ്ട്, ഇങ്ങനെ ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വേഷം ധരിച്ച് നന്നായിട്ട് ഒരുങ്ങി നടക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ദൂതൻ നിങ്ങളെപ്പോലെ ആയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മോശമായ വസ്ത്രം ധരിച്ച് വൃത്തിഹീനമായിട്ട് ജീവിച്ചാൽ ദൂതനും അതുപോലെ ആയിരിക്കും പ്രത്യക്ഷപ്പെടുന്നത് എന്നൊരു ചിന്ത കൂടെ ഓർക്കുക. അതുകൊണ്ട് കഴിവതും നല്ല നിലയിൽ ജീവിപ്പാൻ നമ്മൾ ശ്രമിക്കണം എന്ന് പറഞ്ഞ ഭാഗം ഞാൻ വിടുകയാണ്. ദൂതന്മാരുടെ ശക്തിയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം, അശ്ശൂർ പാളയത്തിൽ ഒരു ദൂതൻ ഒരു രാത്രി വന്ന് 1,85,000 പേരെ സംഹരിച്ചു. ഒറ്റ ദൂതൻ ഒരു രാത്രി കൊണ്ട് 1,85,000 പേരെ കൊന്നുകളയുവാനിടയായി. അത്രമാത്രം ശക്തിമാന്മാരാണ് ദൂതന്മാർ. അവരുടെ ശക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പോലും കഴിയത്തില്ല, അത്രമാത്രം ശക്തന്മാരാണ്. ദൂതന്മാർക്ക് നമ്മെ പോലെ റീപ്രൊഡക്ഷൻ ഇല്ല. അവർക്ക് കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ കർത്താവ് പറയുണ്ടായി, പുനരുത്ഥാനത്തിൽ വിവാഹത്തെക്കുറിച്ചുള്ള സംശയം ചോദിച്ചവരോടാണ് കർത്താവ് പറയുന്നത്, പുനരുത്ഥാനത്തിൽ അവർ ദൂതന്മാരെ പോലെ ആയിരിക്കും. വിവാഹത്തിന് കൊടുക്കുന്നില്ല, വിവാഹം കഴിക്കുന്നതുമില്ല. അതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ദൈവദൂതന്മാർ വിവാഹം കഴിക്കുകയോ വിവാഹത്തിന് കൊടുക്കുകയോ ചെയ്യുന്നില്ല. അവർക്ക് തലമുറകൾ ഇല്ല. എന്നാൽ ദൂതന്മാരെ ദൈവം എണ്ണിക്കൂടാതെയുള്ള ദൂതന്മാരെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ന്യൂമറസ് ആയിട്ടുള്ള ദൂതന്മാരായതുകൊണ്ട് അവർ ദൈവം കൊടുക്കുന്ന ആജ്ഞ അനുസരിച്ച് അതുപോലെ പ്രവർത്തിക്കുന്നവരാണ്. മനുഷ്യരെ പോലെ ഫ്രീ വില്ലില്ല. നമുക്ക് സ്വതന്ത്ര ചിന്താഗതിയുണ്ട്. നമുക്ക് സ്വയമായി ചിന്തിച്ച് എടുക്കാൻ കഴിയും, കണക്ക് കൂട്ടാൻ കഴിയും. പക്ഷെ ദൂതന്മാർക്ക് കണക്കുകൂട്ടലിന്റെ ആവശ്യമില്ല, ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ ആജ്ഞ അതുപോലെ അനുസരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ദൈവം ആജ്ഞ കൊടുക്കുന്നു, സുവാർത്താ ദൂതികൾ വലിയൊരു ഗണമാകുന്നു. സ്വർഗത്തിലെ വസ്തുക്കളെ കുറിച്ച് ചിന്തിച്ചാൽ അവിടെ ഈ ദൂതന്മാർ മാത്രമല്ല. ദൂതന്മാരെ സൃഷ്ടിച്ചത് ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പാണ്. സാദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായത്തിലും ജോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിലും നമ്മളത് വായിക്കുന്നുണ്ട്. ഭൂമിക്ക് വൃത്തം വരച്ചപ്പോൾ, ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ ദൈവപുത്രന്മാർ ഒന്നിച്ച് സന്തോഷിച്ചു. അവിടെ ദൂതന്മാരെ ദൈവപുത്രന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് തന്നെ ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു. അവരെ ദൈവം ഏദൻ തോട്ടത്തിൽ ആക്കിയിരുന്നു. പഴയ ഭൂമിയിൽ, മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള ഭൂമിയിൽ ഏദൻ തോട്ടമുണ്ടായിരുന്നു. അവിടെയാണ് ദൂതന്മാരെ ആക്കിയിരുന്നത്.
ഈ ദൂതന്മാരുടെ കൂട്ടത്തിൽ ചിറകുകളുള്ള ദൂതന്മാരുണ്ട്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സാറാഫുകൾ, കെരൂബുകൾ. ഈ കെരൂബുകൾക്ക്, സാറാഫുകൾക്ക് 6 ചിറകുകൾ ഉണ്ടായിരുന്നു. യെഹെസ്കേൽ പ്രവചനത്തിൽ കെരൂബുകളെ കുറിച്ച് പറയുന്നതിന് 4 ചിറകുകൾ ഉണ്ടായിരുന്നു, 4 മുഖങ്ങളും ഉണ്ടായിരുന്നു. മനുഷ്യന്റെ മുഖം, കാളയുടെ മുഖം, സിംഹത്തിന്റെ മുഖം, കഴുകന്റെ മുഖം. ഇങ്ങനെ ചിറകുകളുള്ള തേനീച്ചയെ പോലുള്ള വലിയ ജീവികളുണ്ട്. അങ്ങനെ ചില ദൂതന്മാരെ കുറിച്ച് ഇങ്ങനെ പ്രത്യേക ഷേപ്പ് പറയുന്നുണ്ട്. എന്നാൽ ആത്മാക്കളായ ദൂതന്മാരുണ്ട്, അവർക്ക് പ്രത്യേക ഷേപ്പില്ല, അവർക്ക് ഏത് രൂപത്തിലും പ്രത്യക്ഷപ്പെടാൻ കഴിയും. ഇനി സ്വർഗത്തിൽ 4 ജീവികളുണ്ട്, ധാരാളം രഥങ്ങളുണ്ട്, കുതിരകളുണ്ട്. സ്വർഗത്തിലെ ഉപകരണങ്ങളെല്ലാം കുറഞ്ഞ പക്ഷം തീ കൊണ്ടുള്ളതാണ്. അഗ്നിമയ രഥങ്ങളുടെ മീതെ അവൻ സഞ്ചരിക്കുന്നു. അഗ്നിമയ രഥങ്ങളുണ്ട്, അഗ്നി അശ്വങ്ങളുണ്ട്. ഏലിയാവിനെ കൊണ്ടുപോകുവാൻ വന്നത് അഗ്നി രഥങ്ങളും അഗ്നി അശ്വങ്ങളുമാണ്. അങ്ങനെ സ്വർഗത്തിൽ അഗ്നി കൊണ്ടുള്ള രഥമുണ്ട്, അഗ്നി കൊണ്ടുള്ള കുതിരകളുണ്ട്. സ്വർഗത്തിൽ ഉള്ള വസ്തുക്കൾ പലതും മനസ്സിലാക്കുവാനുള്ള കഴിവ് നമുക്കില്ല. സ്വർഗമുണ്ട്, സ്വർഗാദി സ്വർഗമുണ്ട്, ആകാശമണ്ഡലമുണ്ട്. 3 സ്വർഗം ഉള്ളതായിട്ടാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ഇന്നേക്ക് 14 സംവത്സരം മുമ്പ് അദ്ദേഹം 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അവിടെ മനുഷ്യർക്ക് ഉച്ചരിച്ചു കൂടാത്ത ഭാഷയും ശബ്ദവും ഞാൻ കേട്ടു എന്ന് താൻ ഓർപ്പിക്കുന്നു. അപ്പോൾ 3 സ്വർഗമുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. ഈ 3 സ്വർഗങ്ങളിലും ദൂതന്മാർ അധിവസിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളിൽ ദൂതന്മാർ അധിവസിക്കുന്നതായിരിക്കാം. ദൂതന്മാരുടെ വാസസ്ഥലങ്ങൾ ആയിക്കൂടാ എന്നില്ല. അത്രയൊന്നും ചിന്തിക്കാനുള്ള കഴിവ് നമുക്കില്ല. സ്വർഗത്തിൽ ഏറ്റവും മുകളിലുള്ളത് ദൈവസിംഹാസനമാണ്. സ്വർഗാദി സ്വർഗത്തിൽ അവിടെയുള്ളത് ദൈവസിംഹാസനവും കെരൂബുകളും സാറാഫുകളുമാണ്. അതാണ് ഏറ്റവും മുകളിലുള്ള വിങ് എന്ന് പറയുന്നത്. അതിന്റെ താഴെ സ്വർഗത്തിലുള്ളത് വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, ഇങ്ങനെയുള്ള 3 വിഭാഗമാണ്. വാഴ്ചകൾ എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ. ഇനിയും ഏറ്റവും താഴെയുള്ള ആകാശമണ്ഡലത്തിൽ, അവിടെയാണ് നക്ഷത്രങ്ങളും ഒക്കെ ഉള്ളത്. ആകാശമണ്ഡലത്തിൽ അവിടെ പ്രവർത്തിക്കുന്ന പ്രഭുക്കന്മാരുണ്ട്, ഭരണാധികാരികളുണ്ട്. അധികാരികളും പ്രഭുക്കന്മാരും. അവരാണ്, അവരുടെ കീഴിലുള്ള ദൂതന്മാരാണ് ഭൂമിയുമായിട്ട് സാധാരണ ബന്ധപ്പെടാറുള്ളത്. ഈ ദൂതന്മാരെ എല്ലാം നിയന്ത്രിക്കുവാൻ മീഖായേൽ എന്ന ആർക്കേഞ്ചൽ ഉണ്ട്, പ്രധാന ദൂതൻ, ചീഫ് ഏഞ്ചൽ. ഇതുപോലെ 7 പ്രധാന ദൂതന്മാർ ഉള്ളതായിട്ട് വേദപുസ്തകത്തിലൂടെ നമുക്ക് ഏകദേശം മനസ്സിലാക്കുവാൻ സാധിക്കും. അത്ര കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ കഴിയില്ലെങ്കിലും വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് സിംഹാസനത്തിന് ചുറ്റിലും 7 ആത്മാക്കൾ
ജ്വലിച്ചുകൊണ്ടിരുന്നു എന്ന് വായിക്കുന്നു. അപ്പോൾ 7 പ്രധാന ദൂതന്മാരാണ് ഈ 7 ആത്മാക്കൾ എന്ന് ചിന്തിക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ, വരും ദിവസങ്ങളിൽ ഈ പ്രധാന ദൂതന്മാരെ കുറിച്ചും മറ്റുള്ള ദൂതന്മാരെ കുറിച്ചും വിശദമായിട്ട് നമ്മൾ ചിന്തിക്കുന്നതാണ്. ഇന്ന് ഞാൻ മുഖവരയായിട്ട് പൊതുവിൽ ഇതെല്ലാം പറഞ്ഞു പോവുകയാണ്. ശലോമോൻ ദേവാലയം പണിതിട്ട് പറയുകയാണ്, ദൈവമേ നീ സ്വർഗത്തിലും സ്വർഗാതി സ്വർഗത്തിലും അടങ്ങുകയില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഈ ദേവാലയത്തിൽ നീ എങ്ങനെ അടങ്ങുമെന്ന് ചോദിക്കുകയാണ്. സ്വർഗാതി സ്വർഗത്തിൽ സിംഹാസനം, കെരൂബ്, സറാഫുകൾ. സ്വർഗത്തിൽ വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ. ആകാശമണ്ഡലത്തിൽ പ്രഭുക്കന്മാർ, അധിപന്മാർ, ഭരണകർത്താക്കൾ. ഇങ്ങനെ 3 വിഭാഗം. അവരുടെ കീഴിലുള്ള കോടാനുകോടി ദൂതന്മാരാണ് ഭൂമിയിൽ പ്രവർത്തിക്കുന്നത്. ദൂതന്മാരുടെ സഞ്ചാരം ഭൂമിയിൽ എല്ലായിടത്തുമുണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ നഗ്ന നയനങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിൽ ദൂതന്മാർ ഈ ഭൂമിയിൽ എല്ലായിടവും സഞ്ചരിക്കുന്നുണ്ട്. ഈ ദൂതന്മാരെ എല്ലാം നിയന്ത്രിക്കുന്നത് ഗബ്രിയേൽ അല്ലെങ്കിൽ മീഖായേൽ തുടങ്ങിയ ദൂതന്മാരൊക്കെയാണ്. പിന്നീടുള്ള ദൂതന്മാരെ കുറിച്ചൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ ഈ 7 പ്രധാന ദൂതന്മാരെ കുറിച്ചൊക്കെയും സംസാരിക്കുന്നതാണ്. ഇന്ന് ദൂതന്മാരെ കാണാൻ നമുക്ക് എങ്ങനെ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ആ ഭാഗം വിടാമെന്ന് ആഗ്രഹിക്കുകയാണ്. ദൂതന്മാരെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ കണ്ണുകൾ തുറന്നെങ്കിൽ മാത്രമേ ദൂതന്മാരെ കാണാൻ പറ്റത്തുള്ളൂ. ഹൃദയ കണ്ണുകൾ തുറക്കുന്നവർക്ക് മാത്രമേ ദൂതന്മാരെ കാണാൻ സാധിക്കൂ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം അതിന്റെ 6-ാം അധ്യായം, 2 Kings chapter 6. ആറാം അധ്യായത്തിന്റെ 12 തൊട്ടുള്ള വാക്യങ്ങൾ. അരാം രാജ 12-ാം വാക്യം തൊട്ട്. അവന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ യജമാനനായ രാജാവേ, വായിച്ചോട്ടെ? വായിച്ചോ. അവന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ യജമാനനായ രാജാവേ, കാര്യം അങ്ങനെയല്ല. നീ ശയനഗൃഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ ഏലിശ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കുവീൻ. ഞാൻ ആളയച്ച് അവനെ പിടിപ്പിക്കും എന്ന് അവൻ കൽപ്പിച്ചു. അവൻ ദോഥാനിൽ ഉണ്ടെന്ന് അവന് അറിവ് കിട്ടി. അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞു. അതിന് അവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ ഏലിശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. മതി. കർത്താവിന്റെ സ്തോത്രം. അരാം രാജാവ് ഇസ്രയേലിനെതിരായിട്ട് യുദ്ധത്തിന് വേണ്ടി പല പ്രാവശ്യം സൈന്യത്തെ അയച്ചു, അവരെ നിരോധിക്കുവാൻ. എന്നാൽ അവർ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ
എലീശ വിവരങ്ങൾ അറിയുകയും ഇസ്രായേൽ രാജാവിനെ വിവരം അറിയിക്കുകയും ചെയ്യും. അതുകൊണ്ട് അരാം പടയെ തോൽപ്പിക്കുവാൻ ഇസ്രായേലിന് കഴിഞ്ഞു. അങ്ങനെ വന്നപ്പോൾ അരാം രാജാവ് പറയുകയാണ്, ആരോ ഇവിടെ നമ്മുടെ സൈന്യത്തിലുള്ള ആരോ ഇസ്രായേൽ രാജാവിന് അറിവ് കൊടുക്കുന്നുണ്ട്, അതാരാന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതിലൊരു പറയാണ്, അങ്ങനെയല്ല രാജാവേ, രാജാവ് കൊട്ടാരത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇസ്രായേലിലെ ഒരു പ്രവാചകൻ, എലിശ പ്രവാചകൻ, അവരുടെ പട്ടാള ക്യാമ്പിൽ അറിയിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തത്. ഇത് കേട്ടപ്പോൾ അരാം രാജാവ് വളരെ ദേഷ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ആ പറയുന്ന പ്രവാചകനെ നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി പ്രവാചകനെ പിടിക്കുവാൻ ഒരു കൂട്ടം പട്ടാളത്തെ അയച്ചു. അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് രാവിലെ രഥങ്ങളും കുതിരകളും പട്ടാളക്കാരും എത്തിയിരിക്കുകയാണ്. അപ്പോൾ എലിശ പ്രവാചകന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് കണ്ടിട്ട് അവൻ കരയുകയാണ്, അയ്യോ യജമാനെ, നമ്മളെ പിടിക്കാനായിട്ട് പട്ടാളക്കാർ വന്നിരിക്കുന്നു, രഥങ്ങളും കുതിരകളും കൊണ്ട് പട്ടണമെല്ലാം വളഞ്ഞിരിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യും? എലിശ പ്രവാചകന്റെ ബാല്യക്കാരൻ എന്ന് പറയുന്നത് ഗേഹസിയാണെന്ന് മനസ്സിലാക്കാം. 5-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചാൽ, നയമാൻ വന്ന് കുഷ്ഠരോഗം സൗഖ്യമായി മടങ്ങിപ്പോകുമ്പോൾ അവൻ കൊണ്ടുവന്ന സമ്മാനങ്ങളൊന്നും എലിശ സ്വീകരിച്ചില്ല. അവൻ സുഖം പ്രാപിച്ച് മടങ്ങിപ്പോകുമ്പോൾ ഗേഹസി പുറകെ ഓടിപ്പോയി അവനെ എതിരേറ്റു. നിങ്ങൾ പോന്നു കഴിഞ്ഞപ്പോൾ 2 ബാല്യക്കാർ വീട്ടിൽ വന്നു, അവർക്ക് കൊടുക്കാൻ അവിടെ ഒന്നുമില്ല, അതുകൊണ്ട് 1 താലന്ത് വെള്ളിയും 1 കൂട്ട് വസ്ത്രവും 2 കൂട്ട് വസ്ത്രവും തരണമെന്ന് പറഞ്ഞു. അപ്പോൾ നയമാൻ പറഞ്ഞു, ദേവി ഏത് 2 താലന്ത് മേടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 താലന്ത് പൊന്നും വസ്ത്രവും ഒക്കെ കൊടുത്ത് വേലക്കാരുടെ കയ്യിൽ കൊടുത്തു വിട്ടു. വീട്ടിൽ ചെന്നപ്പോൾ ബാല്യക്കാരെ വഴിക്ക് വെച്ച് തന്നെ അവന്റെ വീടിനടുത്തെത്തിയപ്പോൾ തന്നെ പറഞ്ഞു വിട്ടു. അങ്ങ് എത്തിയപ്പോൾ എലിശ ചോദിച്ചു, ഗേഹസി നീ എവിടെ പോയിരുന്നു? അവൻ പറഞ്ഞു, ഞാൻ എങ്ങും പോയില്ലെന്ന്. അപ്പോൾ എലിശ പറയുകയാണ്, നീ ആ പുരുഷന്മാരെ എതിരേറ്റ് വന്നപ്പോൾ, അയാൾ രഥത്തിൽ നിറങ്ങി നിന്നെ എതിരേറ്റ് വന്നപ്പോൾ എന്റെ ആത്മാവ് നിന്നോട് കൂടെ ഇല്ലായിരുന്നോ? അവൻ പേടിച്ച് പറിച്ചുപോയി. അടുത്ത ദിവസം ഈ സംഭവത്തിന്റെ മുമ്പിൽ എലിശയുടെ ബാല്യക്കാരനെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാതെ പോയി. ദൈവകൃപ ഉണ്ടായിരുന്നവനായിരുന്നു, പ്രവാചകന്റെ ശിഷ്യനല്ലേ, അവന് ദൂതന്മാരെ കാണാനുള്ള കഴിവുള്ളവനായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ തെറ്റിലകപ്പെട്ടതുകൊണ്ട് അവന്റെ കൃപ നഷ്ടപ്പെട്ടു, ദൂതൻ സഞ്ചയത്തെ കാണാനുള്ള കഴിവില്ലാതെ. അപ്പോൾ എലിശ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, കാണത്തക്കവണ്ണം ഇവന്റെ ഹൃദയ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. എന്നിട്ട് താൻ പറഞ്ഞു, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാകുന്നു. നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി, നമ്മോടൊപ്പം നമ്മളെ കാവൽ ചെയ്യുവാനിരിക്കുന്ന ദൂതന്മാരുടെ ശക്തി നമ്മൾ പരിഗണിച്ചാൽ ലോകത്തിന്റെ ശക്തി വളരെ നിസ്സാരമാണ്. നമ്മിൽ വ്യാപരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകും. ഗേഹസിയുടെ കണ്ണ് തുറക്കുവാനിടയായി. അവൻ നോക്കിയപ്പോൾ മല മുഴുവൻ അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് അവൻ കണ്ടത്. ദൈവത്തിന് രഥത്തിന് ഒരു പഞ്ഞവുമില്ല, കുതിരകൾ ഇഷ്ടം പോലെയാണ്. 68-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യം. ദൈവത്തിന്റെ രഥങ്ങൾ
ആയിരം ആയിരവും കോടി കോടിയുമാകുന്നു. ദൈവത്തിന്റെ രഥങ്ങൾ, കുതിരകൾ തീമയമാണ്. അഗ്നി അശ്വങ്ങൾ, അഗ്നിരഥങ്ങൾ, അതിന്റെ അടുത്തോട്ട് ആർക്കും അടുക്കാൻ സാധിക്കത്തില്ല. അഗ്നി കൊണ്ടുള്ള കുതിരകൾ, അഗ്നി കൊണ്ടുള്ള രഥങ്ങൾ. അങ്ങനെ അതിനെ കാണണമെങ്കിൽ അതിനെക്കാട്ടിൽ അഗ്നിമയമായ ഒരു അനുഭവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഉള്ളിൽ ആഴത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ഈ അൾട്രാ വയലറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്രാ റെഡ് ആയിട്ടുള്ള രഥങ്ങളെ, കുതിരകളെ ഒക്കെ കാണാൻ കഴിയുകയുള്ളൂ. നമ്മുടെ കണ്ണുകൾക്ക് അതിനുള്ള പവർ ഉണ്ടാകണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. ഈ ദിവസങ്ങളിൽ നമ്മൾ ദൂതന്മാരെ കുറിച്ച് ചിന്തിക്കുകയാണ്. ദൂതന്മാര് എത്ര തരത്തിലുണ്ട്, ദൂതന്മാരുടെ സാന്നിധ്യം എങ്ങനെ തിരിച്ചറിയാം, ദൂതന്മാരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നതാണ്. ഈ ദൂതന്മാരെല്ലാവരും ദൈവത്തെ നമസ്കരിക്കുവാൻ വേണ്ടി ഒത്തുകൂടുന്ന സാഹചര്യങ്ങളും ഉണ്ട്. എബ്രായ ലേഖനം 1-ാം അധ്യായം നമ്മൾ വായിച്ചാൽ അറിയാം, സ്വർഗത്തിലെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. അടുത്ത ആഴ്ച നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാം. ദൂതന്മാരെ കാണാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകണമെങ്കിൽ നമ്മളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിലൂടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിഷ്കളങ്ക ഹൃദയത്തോടെ, നിർമ്മലതയോടെ പറയാൻ, കർത്താവേ, ദൂതന്മാരുടെ സാന്നിധ്യം അനുഭവിപ്പാൻ എന്നെ സഹായിക്കണം. ദൂതന്മാരെ കാണാൻ എൻ്റെ ഹൃദയ കണ്ണുകൾ തുറക്കണമേ. ദൂതന്മാർ നമുക്ക് ദോഷത്തിനായിട്ടൊന്നും പ്രവർത്തിക്കത്തില്ല. നമുക്കറിയാം, ഭൂമിയിൽ വീണുപോയ ദൂതന്മാരുണ്ട്. ദൂതന്മാരുടെ കൂട്ടത്തിൽ 1/3 ദൂതന്മാർ വീണുപോയവരുടെ കൂട്ടത്തിലാണ്. 2/3 ഭാഗം ഇപ്പോഴും സ്വർഗത്തിലുണ്ട്. ആ വീണുപോയ ദൂതന്മാരാണ് മനുഷ്യന്റെ തിന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ ദൂതന്മാർ നന്മയ്ക്കായി പ്രവർത്തിക്കുമ്പോൾ സാത്താന്റെ ദൂതന്മാർ നമ്മുടെ തിന്മയ്ക്കായി പ്രവർത്തിക്കും. ദൈവത്തിന്റെ ദൂതന്മാർ നമ്മുടെ രോഗം സൗഖ്യമാക്കുവാൻ വേണ്ടി വരുമ്പോൾ സാത്താന്റെ ദൂതന്മാർ നമ്മളെ രോഗികളാക്കാൻ ശ്രമിക്കും. ദൈവത്തിന്റെ ദൂതന്മാർ നമ്മളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുവാൻ വേണ്ടി വരുമ്പോൾ സാത്താന്റെ ദൂതന്മാർ നമ്മെ നശിപ്പിക്കുവാൻ വേണ്ടി, ഇല്ലായ്മയാക്കുവാൻ വേണ്ടി പരിശ്രമിക്കും. അങ്ങനെയുള്ള പൈശാചിക ദൂതന്മാരുടെ ശക്തിയിൽ നിന്ന് നമ്മെ വിടുവിച്ച് സമൃദ്ധിയായിട്ട് നമ്മളെ അനുഗ്രഹിക്കുവാൻ ദൈവം തന്റെ ദൂതന്മാരെ നമ്മുടെ ഭവനത്തിൽ അയക്കുവാൻ ഇടയാകട്ടെ. നമ്മുടെ ഭവനത്തിൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുവാൻ ഇടയാകട്ടെ. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ദൂതന്മാരെ കാണുവാൻ നമുക്ക് കഴിയട്ടെ. ദൂതന്മാരുടെ സാന്നിധ്യം നിരന്തരം അനുഭവിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി തുടരുവാൻ ദൈവമായ കർത്താവിനെ സഹായിക്കട്ടെ. ദൂതസഞ്ചയത്തെ ദൈവം നമുക്ക് കാവലിനായിട്ട് അയക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്.